കഴുത്ത് കോച്ചി പിടിച്ചതല്ല കേട്ടോ, ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ശരാ എന്താകുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും സ്പാച്ചുലയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ സ്പൂണാണ് കേട്ടോ. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറൽ ഹാക്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനും കോണ്ടോർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഷ് പ്ലേസ്മെൻറ്റ്, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വൈറൽ ഹാക്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ വൈറൽ ഹാക്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇമോലിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് തീരാറായി കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഞാൻ ബോഡി ഷോപ്പിൻ്റെ ഈ ഒരു ബോൺ ലിപ്പി സ്ട്രോബെറി ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ലോറിയാലിൻ്റെ ട്രൂ മാറ്റ് സൂപ്പർ ബ്ലെൻഡബിൾ ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ കണ്ട ഹാക്ക് വെള്ളത്തിൽ ഫൗണ്ടേഷൻ ഒഴിച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. പക്ഷെ അത് ഞാൻ ആർക്കും വർക്കായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് ഒരു പമ്പ് ഫൗണ്ടേഷൻ എടുത്തിട്ട്, ഞാൻ കണ്ട ഹാക്ക് എന്താ വെച്ചാൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫൗണ്ടേഷൻ സ്പാച്ചുലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോഴേക്കും ഒത്തിരി ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിലാകാണ്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് എക്സ്ട്രാ ഫൗണ്ടേഷനൊക്കെ ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തിങ്ങനെ പോകുന്ന രീതിയിൽ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ബേസ് കിട്ടുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്പാച്ചുലയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ സ്പൂണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് സ്പൂൺ വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സ്പൂൺ വെച്ചിട്ടും ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ തന്നെ എടുത്തത്. സ്പാച്ചുല ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ദേ സ്പൂണിൻ്റെ ഈ ഒരു പിടിക്കുന്നിടം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു കൊറിയൻ ബ്യൂട്ടി ഹാക്കാണ് കേട്ടോ, ഈ ഫൗണ്ടേഷൻ സ്പാച്ചുല വെച്ച് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈവനായിട്ട് ഇത് സ്പാച്ചുല വെച്ചിട്ട് ഒരു ലെയർ ഈവനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്പഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ കണ്ടോ കണ്ടോ. ഓക്കെ, അപ്പോൾ ഒരു ലെയർ ഫൗണ്ടേഷൻ നന്നായിട്ട് എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നോർമലി ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യണത്. അപ്പം കുറച്ചും കൂടി ഒരു കവറേജ് കിട്ടും. ഇതിലെനിക്ക് ലൈറ്റായിട്ടുള്ളൊരു കവറേജാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നിലെ ഇംപെർഫെക്ഷൻസ് എല്ലാം തന്നെയും ഇതിൽ കൂടെ കാണാം. ഒരു സ്കിൻ ലൈക്ക് ഫിനിഷാണ് അത്. കാരണം നമ്മൾ ഈ സ്പാച്ചില വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ സ്പൂൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്ന ഫൗണ്ടേഷൻ തന്നെയും ഈ സ്പൂണിലേക്ക് ഇങ്ങനെയാവും. എക്സ്ട്രാ വരുന്ന ഫൗണ്ടേഷൻ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്പൂണിൽ തന്നെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടും ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ഈ ഹാക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ നമ്മൾ ഐസ് കുറച്ചും കൂടി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോ ഫേസ് കുറച്ചും കൂടി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാക്കാണ് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ഐസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത്. നമ്മുടെ ലോ ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നോർമൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ ഞാൻ ലോ ഫേസും ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസ് ലിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം. ഇത് കണ്ടിട്ട് എനിക്ക് കരിയൊക്കെ തേച്ചിട്ടിങ്ങനെ അതുപോലെ ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലെൻഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺടൂർ ചെയ്യാം. കോൺടൂർ ചെയ്യാനായിട്ട് ഓപ്പൺ ട്രയാങ്കിൾ ഹാക്ക് എന്ന് പറയുന്ന ഒരു ഹാക്കാണ് കേട്ടോ ട്രൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ടാൻറ്റോർ ആണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോൺടൂർ പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കോൺടൂർ ചെയ്യാനായിട്ട് ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ഒരു കോൺടൂർ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് കോൺടൂർ ചെയ്തു. ഇനി നമുക്ക് നോസും കൂടി ഒന്ന് കോൺടൂർ ചെയ്യാം. ബട്ടൺ നോസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ട്രൈ ചെയ്യണത്, ബട്ടൺ നോസ്. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തപ്പോൾ കയ്യിലായ ഒരു എക്സ്ട്രാ പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ ഞാൻ നോസിൻ്റെ 2 സൈഡും കൂടി ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ്. വേറെ എക്സ്ട്രാ പ്രോഡക്റ്റ് എടുക്കുന്നില്ല കേട്ടോ. ആ ബ്ലെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലായ പ്രോഡക്റ്റ് മാത്രമേ എടുക്കണുള്ളൂ. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട് ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ നാഴ്സിൻ്റെ ലിക്വിഡ് ബ്ലഷാണ് എടുത്തിരിക്കുന്നത്. ഷെയ്ഡ് നെയിം വന്നിട്ട് ടോറിഡ് ആണ് കേട്ടോ. ബ്ലഷ് അപ്ലൈ ചെയ്യാനൊരു ഹാക്ക് ഞാൻ കണ്ടത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണ്. കഴുത്ത് കോച്ചി പിടിച്ചതല്ല കേട്ടോ, ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ബ്ലഷ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ കറക്റ്റ് ആ ഒരു ബ്ലഷ് പ്ലേസ്മെൻറ്റ് വന്നു കേട്ടോ. അതെനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, കറക്റ്റ് നമ്മൾ ആ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നതിനും കോൺടൂർ അപ്ലൈ ചെയ്തതിനും ഇടയ്ക്കായിട്ട് തന്നെ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പറ്റി. അത് നല്ലൊരു ഹാക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഷും അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നതാഷ ഡിനോന ബീബ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കണ്ട ഹാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊക്കെ കളേഴ്സാണോ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളേഴ്സ് ലൈറ്റ് മുതൽ ഡാർക്ക് വരെ വെർട്ടിക്കലായിട്ട് നമ്മുടെ ഐലിഡ്സിൽ ആദ്യം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ്. ഓക്കെ, അപ്ലൈ ചെയ്തു. ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ലാസ്റ്റായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കളേഴ്സും അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഭയങ്കര പാച്ചി ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫ്ലോപ്പായി. ഇനി ഞാനെടുത്ത കളേഴ്സിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഞാൻ എൻ്റെ രീതിയിലൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തില്ല ബ്രഷ്. ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുകയാണ്. വേറെ ഞാൻ കൺസീലർ ഒന്നും എടുക്കുന്നില്ല. ആ കൺസീലർ ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു കേട്ടോ. ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഔട്ടർ വീലൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണർ മുതൽ ഐലിഡ്സിൻ്റെ പകുതി വരെയായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഔട്ടർ വീൽ അപ്ലൈ ചെയ്ത ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ലാഷ് ലൈനോട് ചേർന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുകളിലോട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ലാഷ് ലൈനോടൊന്ന് ചേർന്ന് അപ്ലൈ ചെയ്യുകയാണ്. യെസ്, എനിക്ക് ഈ ലുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ അപ്ലൈ ചെയ്തപ്പോൾ എന്തുമായിരുന്നു അത്. ഇനി നമുക്ക് ലിപ്സിന് വേണ്ടിയുള്ളൊരു ഹാക്കാണ്. ഷേപ്പായിട്ട് ഞാനിങ്ങനെ ലിപ്സ് ലൈൻ ചെയ്യാണ് കേട്ടോ. അതായത് ക്യൂപ്പിഡ്സ് ബോർഡ് അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഞാൻ ആദ്യം ലൈൻ ചെയ്യാണ്. ഇവിടെ ഇത്രയും വന്നിട്ട് കുറച്ചൊന്ന് വലുതായിട്ട് കാണിക്കുന്ന പോലെ. നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പ്രോഷ് ബ്യൂട്ടിയുടെ ഹൈറ്റി എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ലിപ്സ് കൊള്ളാട്ടോ. എനിക്ക് വേറെ ആരാണ്ടൊക്കെ പോലെ തോന്നുക ലിപ്സ് കണ്ടിട്ട്. കൊള്ളാം കേട്ടോ. ആ ഹാക്ക് എന്തായാലും കിടിലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വേറെ ഒന്നും ചെയ്തില്ല, ഞാനൊരു പൊട്ട് വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് ഇടുന്നത്. അങ്ങനത്തെ കോണ്ടന്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.